നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുസരണയും വിധേയത്വവും ഒക്കെ കാട്ടി നിന്ന നീ എന്നും എന്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കും. നിന്റെ മനസ്സെനിക്കിപ്പോ വായിക്കാൻ കഴിയും. നീ എന്തിനാ എന്നോട് അനുസരണയും വിധേയത്വം ഒക്കെ കാണിക്കുന്നത് എന്നല്ലേ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞ അത് തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഈ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. കുഞ്ഞിച്ചി, ഇപ്പൊ കാർത്തിക് ഒരു ഫോൺ കോൾ വന്നു. ഭയങ്കരമായിട്ട് അടക്കി പിടിച്ച് അവര് സംസാരിച്ചേ. ഫോൺ വിളിച്ച ആളെ അവള് പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അവൻ ഇങ്ങനെ പാളി നോക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു സംസാരം? അത് കേൾക്കാൻ പറ്റാത്തത്ര ദൂരത്തിലായിരുന്നു കുഞ്ഞിച്ചി ഞാൻ. ഇനി അടുത്തായിരുന്നെങ്കിലും അത് കേൾക്കാൻ പറ്റുമായിരുന്നില്ല. അത്രയ്ക്ക് ഒതുക്കി പിടിച്ച അവര് സംസാരിച്ചേ. പക്ഷേ സംസാരം പെട്ടെന്ന് തീർന്നു. എന്നിട്ട് അവള് ചെന്ന് ഡ്രൈവറുടെ അടുത്ത് കീഴൂർ റോഡ് എവിടാന്ന് ചോദിച്ചു. ഡ്രൈവർ കീഴൂർ റോഡിൽ വിടാന്ന് പറഞ്ഞിട്ടും അവൾ ഓട്ടോയ്ക്ക് പൊക്കോളാന്നും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്തോ വലിയ കള്ളത്തരം ഉണ്ട് കുഞ്ഞേച്ചി. ഇപ്പൊ പിന്നാലെ പോയ കയ്യോടെ പിടികൂടാന്നാ എനിക്ക് തോന്നുന്നത്. കീഴൂർ റോഡല്ലേ കാർത്തിക ചോദിച്ചത്? അതെ. നീ ഫോൺ വെച്ചോ. ശരി കുഞ്ഞേച്ചി. കീഴൂർ റോഡ്. കാർത്തികേ, നിന്റെ കള്ളി ഇന്ന് പൊളിക്കും കുഞ്ഞേച്ചി. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പോണേ. എന്താ ഇന്റർവ്യൂ വല്ലതും ഉണ്ടോ? ചേട്ടൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചേ. ഇപ്പൊ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. ഓട്ടോയ്ക്ക് ഇത്ര സ്പീഡേ കിട്ടൂ, അതും ഈ റോഡില്. കുറച്ചുകൂടെ ഒന്ന് വേഗത്തിൽ പോവാൻ നോക്ക് ചേട്ടാ, ജീവിത പ്രശ്നമാ. ഇതാ കീഴൂർ റോഡ്. ഇവിടെ എവിടെ പോവാനാ? ഇവിടെ മതി. പരീക്ഷയ്ക്കും ബസ് പിടിക്കാനൊന്നും അല്ലായിരുന്നോ? ഈ റോഡിൽ വന്ന് നിൽക്കാനാണോ ഇത്രയും ധൃതി പിടിച്ചത്? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു ചേട്ടാ, അതുകൊണ്ടാ. ആ, എന്തെങ്കിലും ആവട്ടെ. എന്റെ കാശി കന്നേക്കാം, ഞാനങ്ങ് പോയേക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യണം, എനിക്ക് തിരിച്ചു പോണം. അതെന്ത് പരിപാടിയാ? ഈ ചില്ലറ ഓട്ടത്തിനൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ? വെയിറ്റ് ചെയ്യുന്നതായിട്ട് കരുതണ്ട, ഓട്ടത്തിലാണെന്ന് തന്നെ കരുതിക്കോ. കാശ് ചേട്ടൻ ചോദിക്കുന്നത് തരാന്ന്. അതെ, വാക്കായിരിക്കണേ. അവസാനം കൂലി ചോദിക്കുമ്പോ തർക്കത്തിന് വന്നേക്കരുത്. ഇല്ല, ഉറപ്പ്. minutes only. Good girl. എന്താ മധുശ്രീ കാണണമെന്ന് പറഞ്ഞത്? അങ്ങനെ തിരക്ക് പിടിക്കാതെ. ബി കൂൾ. നമുക്ക് സമാധാനമായി സംസാരിക്കേണ്ട കാര്യങ്ങളാ. കൂളാകാനോ? 15 മിനിറ്റ് ഡെഡ് ലൈൻ വെച്ചതുകൊണ്ട് ജീവൻ കൈ പിടിച്ചോണ്ടാ ഞാൻ ഓടി വന്നത്. അത് നീ എന്നോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ടല്ലേ?
അനുസരണയും വിധേയത്വവും ഒക്കെ കാട്ടി നിന്ന നീ എന്നും എന്റെ ഫ്രണ്ട് തന്നെയായിരിക്കും. നിന്റെ മനസ്സെനിക്കിപ്പോ വായിക്കാൻ കഴിയും. നീ എന്തിനാ എന്നോട് അനുസരണയും വിധേയത്വവും ഒക്കെ കാണിക്കുന്നത് എന്നല്ലേ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞ അത് തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാ, നിന്റെ ഈ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതെ അതെ ഒന്നവിടെ നിക്ക. ഒരു കാര്യം പറയാനാ, ഒരു കാര്യം പറയാനാ. ഇതെന്തെങ്കിലും ഓടണേ? എന്നെ ഒന്നും ചെയ്യല്ലേ കുഞ്ഞെ. ശരീരത്തിന്റെ ഗ്രഹനിലയാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. എന്റെ ശനിയും വ്യാഴവും ഹാർട്ടും ലിവറും എല്ലാം കംപ്ലൈന്റാ. എന്നാ ഞാനങ്ങോട്ട് തിരുമേനി അവിടെ നിക്ക. ഒരു കാര്യം പറയട്ടെ. അപ്പൊ കുഞ്ഞെന്നെ ഇടിക്കാൻ വന്നതല്ലേ? എന്റെ തിരുമേനി എന്തിനാ ഞാൻ ഇടിക്കണേ? നിങ്ങൾ എന്റെ മുത്തച്ഛന്റെ പൊന്ന് തിരുമേനി. അല്ല എന്താ കുഞ്ഞെ ഇത്? തിരുമേനി എനിക്ക് ചെയ്തെന്ന ഉപകാരം എന്താന്നോ അതിന്റെ വില എന്താന്ന് തിരുമേനിക്ക് എന്നെ അറിയില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? സത്യാമ്മ എങ്ങാനും കേട്ടാൽ? തിരുമേനി ഒന്നും ചെയ്തില്ല. ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാ നല്ലത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അത് ഇത് വാങ്ങണം. അയ്യോ ഇതെന്തിനാ കുഞ്ഞെ? തിരുമേനി ഒന്നും ചെയ്യാതിരുന്നേന്. അയ്യോ വേണ്ട കുഞ്ഞെ. വേണം. ഇതെന്റെ ഒരു സന്തോഷത്തിനാ. ഇത് വെച്ചേക്ക്. ഇനിയിപ്പോ ഇത് തിരുമേനി വാങ്ങാതിരുന്നാലാണ് എന്റെ കയ്യിൽ നിന്ന് കൊള്ളുക. എന്നാ നീ തന്നേ കുഞ്ഞെ. അല്ല കുഞ്ഞെ, എനിക്കൊരു സംശയം. കുഞ്ഞിന് ശാന്തി മുഹൂർത്തം നടക്കുകയാണോ അതോ മുടക്കുകയാണോ വേണ്ടത്? സംശയമൊന്നും വേണ്ട, തിരുമേനി വിട്ടോ. അതെന്താ കുഞ്ഞെ? അല്ലെങ്കിൽ തിരുമേനിയുടെ ഗ്രഹനില മാറും. അയ്യോ വേണ്ട കുഞ്ഞെ. കല്യാണം നടന്നില്ലെങ്കിലും ശാന്തി മുഹൂർത്തം വേണമെന്നാ ഓരോരുത്തർക്ക്. ഇവിടെ ആണെങ്കിൽ മൊത്തം തല തിരിച്ചു. എന്തേലും ആലോചന? ഏയ് ഒന്നുമില്ല. എന്നാ വരട്ടെ. എങ്ങോട്ട്? അല്ല പോട്ടെ എന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.